പശ്ചിമേഷ്യയിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നുവെന്ന റിപ്പോർട്ടുകൾ വരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് ശേഷവും ആക്രമണം രൂക്ഷമാണ്. ഇസ്രയേലിലെ ബെർഷബയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട്. അതുപോലെ ഇസ്രയേൽ ടെഹ്റാനിൽ നടത്തിയ ആക്രമണത്തിലും വൻ നാശനഷ്ടമുണ്ടായി എന്ന് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങളുമായി പി ജെയിംസ് നമുക്കൊപ്പം ചേരുകയാണ്. പി ജെയിംസ്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരറ്റത്തൂടെ വെടിനിർത്തൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ വെടിപൊട്ടുന്നു മാത്രമല്ല ആളുകൾക്ക് നാശം ഉണ്ടാകുന്നു. എന്തൊക്കെയായി നാട്ടിൽ സംഭവിക്കുന്നത്? ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു, നമ്മൾ ഈ സ്ഥലം വിൽക്കുമ്പോൾ അവസാനം തെങ്ങിൻ്റെ കൊലയുടെ അവസാനം ഇതുവരെ വെട്ടിയെടുക്കും. അപ്പോൾ ഏതാണ്ട് വെടിനിർത്തലിനും യുദ്ധം അവസാനിപ്പിക്കാനും ഒരു ധാരണ ആയിട്ടുണ്ട്. അത് ജനങ്ങളെ, ഓരോ രാജ്യത്തെയും ജനങ്ങളെ കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഒറ്റയടിക്ക് ട്രംപ് പറഞ്ഞു ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആയിരിക്കണം ഒരുപക്ഷെ ട്രംപ് അതിൽ പറയുകയും ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു 6 മണിക്കൂർ വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. 12 മണിക്കൂർ ആകുമ്പോൾ ഇറാൻ പൂർണ്ണമായിട്ട് നിർത്തണം, 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ നിർത്തണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, അതിനിടയിൽ ഇത് ട്രംപ് പറഞ്ഞതിൻ്റെ ആ സമയത്ത് തന്നെ ഇസ്രായേൽ അവിടെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇറാനിൽ. അപ്പോൾ ഇറാൻ്റെ ഫോർദോ ആണവ കേന്ദ്രത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴികളൊക്കെ ബോംബിട്ട് തകർത്തു. അവിടേക്ക് ആൾക്കാർ മറ്റേ ആണവശാസ്ത്രജ്ഞരോ അവരുടെ ടെക്നോക്രാറ്റുകളോ ഒന്നും പോവാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തതെന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു. ടെഹ്റാനിൽ പല സ്ഥലത്തും തീകോളങ്ങൾ ഉയർന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് അതുപോലെ തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ടെല്ലവീവിൽ, ഹൈഫയിൽ, അതുപോലെ തന്നെ ബീർഷേബയിലാണ് വലിയ അടി നടന്നിട്ടുള്ളത്. ഇസ്രായേലിൻ്റെ ബീർഷേബയിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ 3 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞിരുന്നത്. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇറാനിൽ 1000-ഓളം എത്തിയെന്ന് അന്താരാഷ്ട്ര തലത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറയുന്നു. പക്ഷെ 500-ൽ താഴെയാണ് മരണസംഖ്യ എന്നാണ് ഇറാനീസ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും ഇസ്രായേലിൽ ഇതുവരെ 25 പേർ മാത്രമേ കൊല്ലപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 100 കണക്കിന് ആൾക്കാർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് 6 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഇസ്രായേലിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. എന്തായാലും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ കാര്യത്തിൽ ലോക രാഷ്ട്രങ്ങളിൽ നിന്ന് അനുകൂലമായ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇതുവരെ യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കയ്ക്കെതിരെ പറഞ്ഞിരുന്ന രാജ്യങ്ങൾ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അമേരിക്കയ്ക്ക് ആക്രമിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ അതുപോലെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ നാറ്റോയുടെ ഇതിൽ നിന്ന് വരുന്നതൊക്കെ തന്നെ ട്രംപിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുക എന്നുള്ള രീതിയിൽ കാണേണ്ടി വരും. എന്തായാലും ഖത്തറിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് അൽത്താനി ഇതിൽ പ്രധാന പങ്ക് വഹിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അമേരിക്കയുമായും ഇറാനുമായും ചർച്ച നടത്തിയത് ഷെയ്ഖ് അൽത്താനിയാണ്. അതേസമയം അപ്പുറത്ത് ഇസ്രായേലുമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ചർച്ച നടന്നു. ഇവർക്കൊക്കെ ഈ യുദ്ധം അവസാനിപ്പിക്കണം, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇസ്രായേൽ ഒരു ദിവസം 2400 കോടിയാണ് യുദ്ധത്തിന് വേണ്ടി ചെലവിടുന്നത്. ഇത് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റും? ഹോർമൂസ് കടലിടുക്ക് അടച്ചാൽ 20% എണ്ണയുടെ നീക്കം തടയും. ലോകം മുഴുവൻ നിത്യോപയോഗ സാധനങ്ങളടക്കം വില കൂടും, പ്രശ്നങ്ങളാവും. ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഓരോ രാജ്യവും പേടിയിലായിരിക്കുന്നത്. ഖത്തറിനെ ആക്രമിക്കാമെങ്കിൽ, ഖത്തറിലെ അമേരിക്കൻ ബേസാണ് ആക്രമിച്ചത്. 19 അമേരിക്കൻ ബേസുകളുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ. 40,000 അമേരിക്കൻ സൈനികരുണ്ട്. 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകളുണ്ട്. ഡസൻ കണക്കിന് വേറെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും, 100 കണക്കിന് യുദ്ധവിമാനങ്ങളുണ്ട്. അത് പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഖത്തറിലെ അൽ ഉദൈദ പോർട്ട് താവളം തന്നെയാണ്. മറ്റ് 19 അടക്കം ഉള്ള സ്ഥലങ്ങളിലേക്ക് ആക്രമണം വരുമെന്ന് ട്രംപിനറിയാം. ട്രംപ് യാചിച്ചു എന്നാണ് ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയും ഇറാനും പറയുന്നത്. യാചിച്ചു, ഇത് നിർത്തണം. കാരണം ഖത്തറിലേക്ക് അടി വന്നപ്പോൾ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഖത്തർ, സൗദി അടക്കമുള്ള, UAE അടക്കമുള്ള രാജ്യങ്ങൾ. അപ്പോൾ നേരത്തെ SKN പറഞ്ഞ പോലെ തന്നെ ഈ രാജ്യങ്ങൾക്കൊക്കെ സുരക്ഷ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് 1000 കോടി അമേരിക്ക വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുവൈറ്റിലെ താവളത്തിലൊക്കെ കംപ്ലീറ്റ് അമേരിക്കക്കാരാണ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. കാരണം ഗൾഫിന് അമേരിക്ക മൂലം പ്രശ്നമുണ്ടാവുമെന്ന് കണ്ടാൽ അപ്പുറത്ത് ചൈന നോക്കിയിരിക്കുകയാണ്. മറ്റേ ജോ ബൈഡൻ്റെ കാലത്ത് സൗദി അറേബ്യയ്ക്ക് പ്രശ്നമുണ്ടായപ്പോൾ
ജോ ബൈഡനായിട്ട് പിണങ്ങിയപ്പോൾ അവർ ചൈനയുമായിട്ടാണ് സൗദി അറേബ്യ അവിടുത്തെ മുഹമ്മദ് ബിൻ സൽമാൻ കിരീടാവകാശി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ചൈന നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പിന്നെ ട്രംപ് യുദ്ധവീരനേക്കാൾ ഒന്ന് തൻ്റെ ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറയണം, അതിനപ്പുറത്തേക്ക് യുദ്ധം കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആളല്ല ട്രംപ്. ട്രംപ് കച്ചവടക്കാരനാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യുക, പേടിപ്പിക്കുക, കാര്യങ്ങൾ നേടുക. ആ തരത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ പാർട്ടിക്കുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ്. അവിടുത്തെ അണികളടക്കം എതിർത്ത് നിൽക്കുകയാണ്. ഇന്ന് തന്നെ അവരുടെ പാർട്ടിയുടെ പ്രമുഖ വനിതാ നേതാവായിട്ടുള്ള മർജോറി ടെയ്ലർ ഗ്രീൻ അവർ അതിശക്തമായിട്ട് ട്രംപിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ അമേരിക്കയെ നന്നാക്കുക, അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞ് വന്നിട്ട് നിങ്ങൾ ലോകം മുഴുവൻ ആക്രമിക്കാൻ പോവുകയാണോ? അപ്പോൾ അകത്തും പുറത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇസ്രായേലിനെയും ഇറാനും സംബന്ധിച്ച് അമേരിക്കയെ സംബന്ധിച്ച് ഈ വെടിനിർത്തൽ അത്യാവശ്യമാണ്. അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതുതന്നെ വെടിനിർത്തൽ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിനിടയിൽ ഇനിയും 1, 2, 3 തവണ അടിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. എസ്കെ. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇപ്പോൾ വരുന്നൊരു വാർത്ത, ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞൻ മുഹമ്മദ് റസ സിദ്ദിഖിയെ ഇസ്രയേൽ വധിച്ചു എന്ന വാർത്തയാണ്. ഇന്നലെ രാത്രി ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിലാണ് ഈ ആണവ ശാസ്ത്രജ്ഞൻ കൊല്ലപ്പെട്ടത് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.